നമസ്കാരം. ബി ഹാപ്പി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫേസ് സ്ക്രബ് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ, നമ്മുടെ അടുക്കളയിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള 2 കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ ഈ സ്ക്രബ് ഉണ്ടാക്കാൻ പോകുന്നത്. പുരുഷന്മാർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്ന ഒരു സ്ക്രബാണിത്. ആഴ്ചയിൽ ഒരു 2 തവണ വെച്ച് ഇത് ചെയ്താൽ നിങ്ങളുടെ മുഖക്കുരു വരുന്നത് നിങ്ങൾക്ക് തടയാനാവുന്നതാണ്. അതുപോലെ തന്നെ മുഖത്തെ കറുത്ത പാടുകളും എല്ലാം മാറി മുഖം നന്നായിട്ട് ക്ലിയർ ആവുന്നതാണ്. അതിനാവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. കാപ്പിപ്പൊടി, തൈര്, ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടി. നമ്മൾ മുഖം ആദ്യം നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മുഖം ഒരു 5 മിനിറ്റ് ചെറു ചൂടുവെള്ളം, നമ്മൾ വെള്ളം ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഒരു 5 മിനിറ്റ് മുഖം ആവി കൊള്ളിക്കുക. അതിനുശേഷം നമ്മൾ മുഖം നന്നായിട്ട് തുടയ്ക്കുക. ഈ ആവി പിടിക്കുക എന്ന് പറഞ്ഞ സ്റ്റെപ്പ് നിർബന്ധമല്ലാത്തതാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പക്ഷേ ഈ ആവി പിടിക്കുന്നതും കൂടി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഇത് സഹായിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആവി കൊള്ളിക്കുന്നത് കൊണ്ട് മുഖത്തെ സുഷിരങ്ങളെല്ലാം തുറന്ന് വരാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ആവി പിടിക്കൽ എന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആവി കൊള്ളിച്ചതിന് ശേഷം നിങ്ങൾ മുഖത്ത് എന്ത് ചെയ്താലും അത് കൂടുതൽ പെട്ടെന്ന് മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ആവി പിടിക്കുക എന്ന് പറഞ്ഞത്. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ കാപ്പിപ്പൊടിയും തൈരും ആവശ്യത്തിനടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക. അതായത് കാപ്പിപ്പൊടി പേസ്റ്റ് രൂപത്തിലാക്കാനുള്ള ഓരോരുത്തരുടെ ഫേസിനനുസരിച്ച് എത്ര അളവ് വേണോ അതിന് മാത്രം കാപ്പിപ്പൊടി എടുക്കുക. അതിലേക്ക് ആ കാപ്പിപ്പൊടി പേസ്റ്റ് രൂപത്തിലാകാനുള്ള തൈര് ഒഴിക്കുക. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കുക. ഇനി ഇത് മുഖത്തും കഴുത്തിലും തേച്ച് പിടിപ്പിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ ഫേസിൽ എന്ത് ചെയ്താലും അതൊക്കെ കഴുത്തിലും അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ നമുക്ക് കളർ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഫേസിലും കഴുത്തിലും ഈ കാപ്പിപ്പൊടിയും തൈരും കൂടെ ഉള്ള പേസ്റ്റ് അപ്ലൈ ചെയ്യുക. ഇനി ഇത് മുഖത്ത് ഒരു പകുതി ഉണങ്ങി, മുഖത്തിട്ട ഈ സ്ക്രബ് എന്ന് പറയുന്നത് പകുതി ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും പതിയെ വിരലുകൾ കൊണ്ട് മസാജ് ചെയ്യുക. ഇത് നമ്മൾ ഫേസിലെ സ്കിൻ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റാണ്. അതുകൊണ്ട് അധികം ശക്തി കൊടുക്കാതെ വളരെ സോഫ്റ്റായിട്ട് പതിയെ മസാജ് ചെയ്യുക. കൂടുതൽ നമ്മൾ മൂക്കിൻ്റെ 2 സൈഡിലും അതുപോലെ തന്നെ താടി, പിന്നെ ചുണ്ടിൻ്റെ 2 സൈഡ്, നെറ്റി, ഇത്ര ഭാഗങ്ങളാണ് കൂടുതലും നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യേണ്ടത്. പിന്നെ കണ്ണിൻ്റെ അടിയിൽ ഒക്കെ നമ്മൾ പതിയെ സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതൊരു 5 മിനിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മുഖം കഴുകുക. അതിനുശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടി തുടങ്ങും. ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഖത്തെ ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ആഴ്ചയിൽ 2 തവണ എല്ലാവരും ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ ചെയ്യാൻ വേണ്ടി. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെയ്ക്കും ബൈ ബൈ.